നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ്. അത്ര ഇപ്പൊ അറിഞ്ഞാ മതി. സോയ ശരിക്കും എന്തെങ്കിലും കായാണോ അതെയോ? അതെനിക്ക് അറിയില്ലടി. ഈ അച്ചിങ്ങ പോലെ പൊളിച്ചെടുക്കുന്ന സാധനമാണോ? കാണുമ്പോ തളർന്നതായിട്ട് തോന്നും, പക്ഷെ പിടിക്കുമ്പോ നല്ല ബലം ഉണ്ടെന്ന് തോന്നും. ഇളക്കുമ്പോ കൈക്ക് കട്ടുകഴപ്പില്ല. അതാണ് ഞാൻ കണ്ടുപിടുത്തം. ചിലര് എഴുതാറില്ലേ, ഓ നിങ്ങൾ ഓരോന്നേ കണ്ടുപിടിച്ചില്ലേ, അപ്പൊ എന്റെ കണ്ടുപിടുത്താണിത്. നമുക്ക് വേറെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ദൈവം തന്നില്ലെങ്കിൽ വീഡിയോ വരും. ഈ സ്പാറ്റുല ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഏതാണ്ട് കാര്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. തിളച്ച വെള്ളം അരി വെച്ചിട്ടില്ല. അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതുവരെ നമ്മുടെ കിച്ചണിൽ ഒരുങ്ങാത്ത ഒരു വെറൈറ്റി റൈസ്. എനിക്കിഷ്ടം സോയയില് ചെറുതായിരുന്നു, പക്ഷെ ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. കേട്ടോ, ഞാൻ അപ്പ പോയപ്പോ ചെറുതെന്ന് പറഞ്ഞില്ല. കുക്കിങ്ങിന്റെ ഇന്നലത്തെ ബഹളത്തിലായിരുന്നു പുറത്ത് പോയപ്പോ. അവിടെ ചെറുതുണ്ടായിരുന്നിരിക്കാം. ഞാൻ സോയ ചങ്ക്സ് എന്ന് എഴുതിയോളൂ. അപ്പൊ മാർജിൻ ഫ്രീ എന്ന് വാങ്ങിച്ച വലിയ സോയയാണ്, സോയ ചങ്ക്സ് ആണ്. അത് കൃത്യ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഇതുപോലെ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലുതായതുകൊണ്ട് കുറച്ചുകൂടെ വീർക്കൂല. ഇത് നമുക്ക് ഇത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിയുമ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് ആ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് വേവണം. അത് കഴിയുമ്പോൾ ആ വെള്ളം മാറ്റി പച്ചവെള്ളം ഒഴിച്ച് കഴുകി പിഴിഞ്ഞെടുക്കണം. അതെല്ലാവർക്കും അറിയാവുന്ന അതെങ്ങനെയാ ചെയ്യണമെന്നുള്ളത്. നമ്മളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കണം. മസാലയിലിട്ട് ഒന്ന് വഴറ്റി വെക്കണം. എന്നിട്ട് അതുകൊണ്ടൊരു ഡിഷാ തയ്യാറാക്കണം. നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ്. അത്ര ഇപ്പൊ അറിഞ്ഞാ മതി. നെയ്യെടുത്ത് പുറത്ത് വെച്ചില്ല. പിന്നെ എന്നാന്നുള്ളത് ചെയ്യുമ്പോ കാണാം. അതില് സവോള ഹാഫ് ബോയിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ആക്കാനുണ്ട്. കുറച്ചുകൂടെ വഴറ്റി എടുക്കണം സവോള. ഹാഫ് ബോയിൽ അല്ല, ഹാഫ് സോട്ട്, ഹാഫ് കുക്ക് അല്ലെങ്കിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്നാന്ന് വെച്ചാലേ രാവിലെ പുട്ടും പരിപാടിയും കഴിഞ്ഞ് നീ ഏതാണ്ട് പരിപാടിയായിരുന്നു. ആ സമയത്ത് ഞാൻ ഇത്രയും വഴറ്റി വെച്ചതാ. അപ്പൊ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് സ്വൽപ്പോടെ ഒന്ന് വഴറ്റിയിട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അന്നേരത്തേക്കും അപ്പുറത്തെ സോസ് പാനില് വെള്ളം തിളയ്ക്കും. വെള്ളം തിളയ്ക്കുമ്പോൾ സോയയിലേക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്നെ ഉണ്ടാക്കണേന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനും അതാണ് ആലോചിക്കണേ. നിനക്ക് ഏതാണ്ട് പിടികിട്ടി കാണൂലോ. സോയ മസാലയാന്നാ ഞാൻ വിചാരിക്കുന്നത്. സോയ മസാലയല്ല, സോയ മസാല ഉണ്ടാക്കിയ ചോറിന് കഴിക്കാൻ പറ്റൂല്ലോ. അരി ഇന്ന് വെച്ചിട്ടില്ല, അപ്പൊ ഊഹിച്ചെടുത്തോ. അരി വെച്ചിട്ടില്ല. അപ്പൊ സോയ റൈസ് ആണോ? ആഹാ. അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആ, കാരണം വ്യത്യസ്തമായ ഒരു രുചി പരീക്ഷിക്കാൻ. സ്പാറ്റില പുതിയത് എടുത്ത് ഇളക്കാനായിട്ട് സ്പാറ്റില എവിടെ വെച്ചു നിങ്ങളെ കാണിച്ചു. ഇത് പകുതി ഇളക്കി ഇത് വെച്ചിരുന്നോണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇതും കണ്ട് ഇളക്കിയതില്ല. എന്തെല്ലാം വിക്രിയകളാ. എന്റെ കളി. സിലിക്കോൺ സ്പാറ്റില 199 എടുത്തോ. ടൊമാറ്റോ ഇനി എന്ത് വേണം വേണോന്ന് പറ്റി അങ്ങനെ കടത്തി പറയരുത്. സൂപ്പറാ. സംഗതി മാറി. കളി മാറി. ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ട് നല്ല സുഖം. മറ്റേത് രണ്ടും നമ്മൾ ആ തവയിൽ എണ്ണ തേക്കാനും ബട്ടർ തേക്കാനും ഒക്കെ മേടിച്ചതിന് കനം കുറവാ. പിന്നെ ഓരെണ്ണം ഇച്ചിരി കട്ടിയുള്ള വൈറ്റ് സ്പാറ്റിലയില്ലേ, അത് ഇച്ചിരി ചെറുതാ. അത് അവര് പറഞ്ഞാ തന്നെ ചേച്ചി ചെറുതാ, വലുത് അവിടെ ഇല്ലായിരുന്ന. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കിട്ടിയപ്പോ നീ പറഞ്ഞില്ലേ ആമസോണിൽ കിടപ്പണ്ടെന്ന. ഇതാ ഇമേജിൽ കണ്ട അത് തന്നെയാണ്. അത് തന്നെയാ, സെയിമാ. ഓഫർ പ്രൈസ് അല്ലേ 199. തിളച്ച വെള്ളം തിറക്കിട്ട് കിട്ടോ. മേത്തിലച്ച കളറില്ല, ചൂട് കാണും. മതിയായിരിക്കും വെള്ളം, മതി. 11:40 11:45 വെള്ളം ഊറ്റാ കേട്ടോ. ഇനി അതിൽ കിടന്ന് വേവണം. നമ്മളങ്ങനെയാ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണേ. ഭയങ്കര ഒരു സ്മെല്ലാ. കുഴപ്പമൊന്നുമില്ല, എനിക്കത്ര പ്രശ്നമില്ല. ഇതിനൊരു സ്മെല്ലുണ്ട്. സോയക്ക് സ്മെല്ലോ. ഏഞ്ചല് പണ്ട് ഇവിടുത്തെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്ററിന്റെ മോളാണ് ഏഞ്ചല്. നിങ്ങളെ എപ്പോഴും വീഡിയോയിൽ കേൾക്കണം ഏഞ്ചലിന്റെ പേര്. ഏഞ്ചല് പണ്ട് ഏഞ്ചലിന്റെ പിള്ളേര് ആശി അശ്വിനും അവർക്ക് ഇതൊക്കെ നല്ല വൈറ്റമിൻ കലവറയാന്നല്ലേ പറയണേ. അപ്പൊ ഏഞ്ചൽ ഇത് ഉണ്ടാക്കി കൊടുത്ത് അവര് കഴിക്കൂല. അതിന് പലതരത്തിലുള്ള ട്രിക്കുകളും പറഞ്ഞ അവരെ കഴിപ്പിക്കും. ആഴ്ചയോട് ഒരുപാട് നുണ പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിച്ചാൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ. ഇതുകൊണ്ട് കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കും അല്ലേ? കട്ട്ലറ്റിലേക്ക് നോയമ്പ് കാലത്തില്ല. എന്താന്ന് വെച്ചാ
പിന്നെ അല്ലെങ്കിൽ മൈദയിൽ മുക്കി റസ്ക് പൊടി വേണം. മുട്ടവെള്ളയല്ലേ സാധാരണ, അതിലേക്കില്ല. വേണമെങ്കിൽ ഈസ്റ്റർ സമയത്തൊന്ന് നോക്കാം. ആ ഈസ്റ്റർ സമയത്ത് നോൺ വെജ് എന്തിനാ, വെജ് എന്തിനാ, നോൺ വെജ് അല്ലേ. ആ എപ്പോഴെങ്കിലും ചെയ്യാം. നമ്മളെ സവാള വഴറ്റിനെ ആ സമയത്ത് ഇപ്പൊ ചേർത്താലും കുഴപ്പമില്ല. ആ സമയത്തായിരുന്നു ചേർക്കേണ്ടത്. ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വഴറ്റി മാറ്റി വെച്ചായിരുന്നു. അന്നേരം ഞാൻ കാണിക്കണമല്ലോ നിർത്തി വീണ്ടും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കി ചതച്ച് പേസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ സ്വല്പം ഇതിലിട്ടങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ മസാലയിലേക്ക് ഇത് ശരിക്കും വേവിച്ച് സോയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മസാലയിലേക്ക് ഇറങ്ങി അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിരുന്നോളൂ കേട്ടോ. അതാട്ടോ. അപ്പം അത് ഞങ്ങൾക്ക് അധികം സ്പൈസി ആവണ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഗതികൾ കുറച്ച് ആഡ് ചെയ്യണത്. കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ അത് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് വെള്ളം ഊറ്റാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ മറ്റേ പാത്രം എടുക്കാതെ ഇതെടുത്തത്. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 10 കഴിഞ്ഞു. ഞാൻ ആ വഴറ്റിയതൊന്നും ഇതായിക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ പറയാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി ഇതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം വെള്ളം ഊറ്റിയാൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇനി പൂർണ്ണമായിട്ട് ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കണ്ട. വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ച് കഴുകണം. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കഴുകാൻ വേണ്ടിട്ടാണോ? അത് പിന്നെ പശപ്പും ഇതെല്ലാം പോവാൻ വേണ്ടി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കഴുകാം. വെള്ളം ഒഴിക്കാം. സിങ്കിൽ അപ്പറേ കൊണ്ടേ കഴുകുക, ഇവിടെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് പിഴിഞ്ഞെടുക്കണം. നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒരു 2-3 ട്രിപ്പ് കഴുകിയേച്ചേ പിഴിഞ്ഞ് വെള്ളം ഊറ്റി ഇവിടെ കൊണ്ടേ വെക്കാം കേട്ടോ. എന്നിട്ട് കാണിക്കാം. എന്നിട്ട് നമുക്ക് വഴറ്റിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേ മസാല ഈ പരിവായി കഴിയുമ്പോൾ ഡ്രൈ ആവണ്ട കേട്ടോ. ഇനിയിപ്പൊ പൊടികൾ ചേർത്തൊന്ന് ഡ്രൈ ആക്കണം. അപ്പൊ ഞാൻ എപ്പോഴും പൊടികൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എന്റെ സ്ഥിരം ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയാ ചെയ്യണമെന്ന്. ഏറ്റവും സിമ്മിലിടും ഫ്ലെയിം. ഇത് കറിക്ക് വേണ്ടിയുള്ള ഇതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കണം. പിരിയം മുളക് പൊടിയാണ് ചേർത്തേക്കണം കേട്ടോ. എരിവ് മുളക് പൊടി ചേർക്കണില്ല. കറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്രേവി തയ്യാറാക്കണം. മല്ലിപ്പൊടി ഉണ്ട്. മല്ലിപ്പൊടി ഷേർലി ചേച്ചിയുടെ കേട്ടോ. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിന് നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഗരം മസാല കഴിഞ്ഞിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഗരം മസാല ഞാൻ കവറിലാണ് വെച്ചേക്കണത് കണ്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ടേസ്റ്റിന് മതി. ഇത് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി. ഇപ്പൊ തന്നെ ഗര ഇട്ടപ്പോ തന്നെ മണം വന്നു. ഇളക്കി വേവിക്കുക. റൈസ് വേവിക്കുമ്പോൾ നമ്മള് മറ്റേ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം ഇട്ടല്ലേ നമ്മൾ റൈസ് വേവിക്കണം. അപ്പൊ റൈസിലേക്കുള്ളത് ആയിക്കോളും അതിലേക്ക്. ഇത് സോയക്കുള്ളതാട്ടോ ഇത് തയ്യാറാക്കണം. പക്ഷെ സോയയും കൂടെ ഇതിലിട്ട് മിക്സ് ചെയ്താ എടുക്കണേ. നിങ്ങൾക്ക് കാണാൻ എങ്ങനെയാണ് അത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു രീതിയിൽ ചെയ്യണമെന്നേ ഉള്ളൂ. നീ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഈ സ്പാറ്റുല ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊണ്ട് ഇളക്കമ്പയില്ലേ, കാണുമ്പോ തളർന്നതായിട്ട് തോന്നും. പക്ഷെ പിടിക്കുമ്പോ നല്ല ബലം ഉണ്ടെന്ന് തോന്നും. ഇളക്കുമ്പോ കൈക്ക് കട്ടുകഴപ്പില്ല. അതാണ് ഇതിന്റെ സ്പെഷ്യൽ. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം. ചിലര് നമ്മള് പറയുമ്പോ നമ്മളെ തമാശ രൂപത്തിൽ ചിലർ എഴുതാറില്ലേ, ഓ നിങ്ങൾ ഓരോന്നേ കണ്ടുപിടിച്ചില്ലേ. അപ്പൊ എന്റെ കണ്ടുപിടുത്താണിത്. പുതിയ കണ്ടുപിടുത്തം അല്ലേ? കണ്ടുപിടുത്തം നമ്പർ 1. വേറെ പലതുണ്ട് കണ്ടുപിടുത്തങ്ങൾ. അതെ ഇപ്പൊ ഇത് അതുകൊണ്ട് ഈ തടിയുടെ കണ്ട ഇളക്കമ്പോ എപ്പോഴും കയ്യിലിന്റെ ഒക്കെ ഇളക്കമ്പോ എപ്പോഴും എന്നാന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കിന്റെ ആണെങ്കിലും തടിയുടെ മരത്തിന്റെ അല്ലേ, അതുകൊണ്ട് ഇളക്കുമ്പോ കൈ കട്ട് കഴിക്കും. ഇതിന് കട്ടുകിഴപ്പില്ല. അതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്റെ അഭിപ്രായം പറഞ്ഞ. ഇനി നമുക്ക് എന്നാന്നോ ഇനി പറഞ്ഞു തന്നാ പറ്റൂല. മസാല മൂത്ത ഒരു ചെറിയ മണം മഞ്ഞുണ്ട്. ഇനി എന്റെ അഭിപ്രായത്തില ഞാൻ ചെറിയ പാത്രത്തിലിട്ടാ എന്നാവൂന്ന് നിങ്ങളോട് എല്ലാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയപ്പോ നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. അപ്പൊ പാത്രം മാറ്റുക. അതെ നമ്മൾ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കടായി തന്നെ ഇനി എടുത്ത സോയ ചേർക്കുക. സോയ നമ്മൾ എത്ര പിഴിഞ്ഞാലും അതിൽ പിന്നെയും വെള്ളം ഇങ്ങനെ കുടിക്കും സ്പോഞ്ച് പോലെ. അപ്പൊ മാക്സിമം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷം 10-15 മിനിറ്റ് ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം കഴുകി ഞെക്കി പിഴിഞ്ഞെടുക്കണം. എന്നാലും വീണ്ടും അതിൽ നിന്ന് വെള്ളം ഊറി വരും കേട്ടോ. അത് അതിന്റെ സ്പെഷ്യാലിറ്റിയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നിനോരോ രീതികളില്ല. അപ്പൊ അതാണ്. അതുകൊണ്ട് നമുക്ക് എന്നാന്ന് വെച്ചാൽ മാക്സിമം പിഴിഞ്ഞെടുക്കുക. സോയ ശരിക്കും എന്തെങ്കിലും കായാണോ അതെയോ? അതെനിക്ക് അറിയില്ലടി. ഈ അച്ചിങ്ങ പോലെ പൊളിച്ചെടുക്കുന്ന സാധനമാണോ? എനിക്ക് അറിയില്ല. ഇത് സോയ കായ് പയറ് പോലെ എന്നാവല്ലോ ആയിരിക്കും. എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല വ്യക്തമായിട്ട്. കാണുമ്പോ കാ പോലെ ഇരിക്കണത്. പക്ഷെ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തി ഇത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും, സ്പോഞ്ച് പോലെ ആവും.
അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഞങ്ങളുടെ കാലഘട്ടത്തിലൊന്നും സോയയുടെ പരിപാടിയില്ല. അന്നുള്ളത് ഈ വൻപയറും ചെറുപയറും കടലയും അങ്ങനെയുള്ളതൊക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അപ്പം ഇത് ഇനിയിപ്പോൾ ഒന്ന് മിക്സായി അങ്ങനെ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് മറ്റു പരിപാടി ചെയ്യാം. മറ്റു പരിപാടി എന്ന് വെച്ചാൽ റൈസിനുള്ള പണി ഇങ്ങനെ നോക്കാം. 12 ആയോളൂ. റൈസ് 12 ആകുമ്പോഴത്തേക്കും ആവും. അപ്പം ഇത് നമുക്ക് മൂടി വെച്ചേക്കാം. അപ്പം അതിലേക്ക് പിടിച്ചോളും. സ്പോഞ്ച് പോലെ ആയതുകൊണ്ട് ഉള്ളിലേക്ക് കേറിക്കോളും. കോളന്നുണ്ടാ. ചെറുതാണെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എന്റെ മിസ്റ്റേക്കാ. ഞാൻ പറഞ്ഞില്ല. ഞാൻ പാചകം ചെയ്തോണ്ട് ഇരിക്കുന്നതിന്റെ ഇടയ്ക്കായിരിക്കും കടയിൽ പോണത്. എഴുതി വെച്ചു, പക്ഷെ ചെറുതെന്ന് പറയാൻ ഓർത്തില്ല. ഇവിടെ ചെറുതായിരിക്കും കിട്ടണെന്ന് ഓർത്താ പറയാതിരുന്നത്. ഈ പാചകം ചെയ്യുമ്പോ പലതും വിട്ടുപോകും. അതെ, പ്രത്യേകിച്ച് ഷൂട്ടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അല്ലാത്ത പാചകത്തിനൊന്നും ഞാൻ മറക്കൊന്നുമില്ല. അപ്പൊ മൂടി വെച്ചേക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇതില് മല്ലിയില ഇടണ്ടല്ലോ? വേണ്ട, റൈസിലിട്ടാ പോരെ. റൈസിൽ മതി. അല്ലെങ്കിൽ ഒത്തിരി മല്ലിയിലയുടെ കുത്താവും. സോയ റൈസിന്റെ കൂടെ കഴിക്കാനുള്ള ഫസ്റ്റ് ഐറ്റം കറി റെഡിയായി. സെക്കൻഡ് ഐറ്റം കിച്ചണിൽ ഇരിപ്പുണ്ട്. തേർഡ് ഐറ്റം ഫ്രിഡ്ജിൽ ഇരിക്കോ, പുറത്തേക്ക്. സെക്കൻഡ് ഐറ്റം പപ്പടം. തേർഡ് ഐറ്റം ചമ്മന്തി, ഇന്നലെ അരച്ചതാണ് മാങ്ങ ചമ്മന്തി. അത് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, സെക്കൻഡ് ഐറ്റം റെഡിയായി. നേരത്തെ റെഡിയായിരുന്നതാണ്. മാങ്ങയില്ല കാലത്ത് ഒരു കിടിലൻ മാങ്ങ ചമ്മന്തി. മാങ്ങ നമുക്കില്ലെന്നേ ഉള്ളൂ. മാങ്ങ റോട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കടയിലും ഇഷ്ടം പോലെ കിട്ടും. വീടുകളിലായിട്ടില്ലെന്നേ ഉള്ളൂ. ചില വീടുകളിലായിട്ടുണ്ട്, ചിലർ പറിക്കണ കാണാം. ഓക്കെ, പപ്പടം കൂടെ ഇവിടെ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് റൈസിന്റെ പണി നോക്കാം. ശരി. ട്രഡീഷണൽ പപ്പടം പോട്ട് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ മേടിച്ചത്. അടുത്തതും വന്നു. ഇനി ഫൈനൽ സാധനം മാത്രമേ വരാനുള്ളൂ. പകുതി മുക്കാലും വേവായിട്ടുണ്ട് കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലൊക്കെ ആട്ടോ ചതയ്ക്കാതെ ഇങ്ങനെ ഫുള്ളായിട്ടാണ് കിടക്കുന്നത്. കരണ്ട പോലെ നിങ്ങൾക്ക് തോന്നണം. ഈ വെജിറ്റബിളേ ബീൻസും ക്യാരറ്റും ഒരു സ്വല്പം സവോളയുടെ, അത് ഞാൻ സവോള മൊത്തം വഴറ്റാൻ എടുത്തായിരുന്നു. ഗ്രീൻ പീസ് വേണോ? ഇല്ല, അതല്ല പറയണ കേക്ക്. ബീൻസും ക്യാരറ്റും ഇത് ഞാൻ അരിഞ്ഞു വെച്ചിരുന്നതാണ്. അത് കൂടെ സവോള ഇതിൽ കിടക്കണത് സവോള വഴറ്റാൻ ഓൾറെഡി എടുത്ത. ഇത് വേറൊരു തോരന് വേണ്ടി അരിഞ്ഞു വെച്ചിരുന്നതാ. അപ്പൊ ആ തോരൻ ഇന്ന് തയ്യാറാക്കണില്ല. അപ്പൊ എനിക്ക് തോന്നി ഇതിപ്പോ ഏതായാലും പല മിക്സിങ്ങും ചേർത്തായി റൈസ്. അപ്പൊ സോയ റൈസാണ്. അപ്പൊ ഈ അരിഞ്ഞിഞ്ഞ് വെച്ചേർന്ന വാടി കുറച്ച് കളയണ്ടല്ലോ എന്നോർത്ത് ഞാൻ അതിലേക്ക് ചേർത്താട്ടോ. ഇച്ചിരി വെജിറ്റബിള്, ഇച്ചിരി ക്യാരറ്റും ഇച്ചിരി ബീൻസും മാത്രമേ ഉള്ളൂ. ഗ്രീൻ പീസ് വേണ്ട. സോയയല്ലേ ഇടുന്നത്. അപ്പൊ ഇനിയിപ്പൊ വെള്ളം ഊറ്റുമ്പോ കാണിക്കാം. വെള്ളം ഊറ്റി വെച്ച് ഇതേ റെഡിയാക്കി വെച്ചിരിക്കുന്നതേ ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ സോയയുടെ കളറൊക്കെ ഇപ്പൊ മാറിയല്ലോ. മാറിയതല്ല, സവോള കൂടുതൽ വഴറ്റി ചേർത്താ. ആണോ? ഡാർക്കായിട്ട് വഴറ്റി ചേർത്താ. അടിയിൽ മറ്റേ വഴറ്റിയത് കിടപ്പണ്ട. ഓക്കെ, ഇനി വേവട്ടെ കേട്ടോ. വേവുമ്പോ കാണിക്കാം. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു സാധനം തന്നേക്കാം. അതിലില്ല, വഴറ്റി വെച്ച് തന്നെങ്കിലും മൂപ്പിച്ച്. അപ്പൊ പിന്നെ രുചി കൂടും. മണി 1:20 1:30 അപ്പൊ വീട്ടിൽ പോയിക്കണോട്ടോ. പിന്നെ നമ്മള് ഓരോന്നിനും നീ പറഞ്ഞ പോലെ എടുക്കുമ്പോ സമയം കണ്ടമാനം ഇതാവും. പക്ഷെ അത് അറിയാൻ പറ്റില്ല, സമയം ഓടിയാ പോണത്. ഞാൻ വിളിക്കാം, അതിന്റെ മിക്സിങ് ആവുക വന്നാൽ മതി. ഓക്കെ, അതെ വെള്ളം ഊറ്റുവാണേ. ഈ സിങ്കില് വെച്ചങ്ങ് ഊറ്റുക കേട്ടോ. ചിലകളൊക്കെ വന്നല്ലോ, അതൊക്കെ പിന്നെ പറയാം. ഗ്യാസിൽ വെച്ച് ഊറ്റിയ ഭയങ്കര പൊക്കപ്പുറ, എനിക്ക് ശരിയാവൂല കൈ. അതുകൊണ്ടാണ് ഇച്ചിരി അരിയുണ്ട് നമുക്ക് ഇതിലേക്ക്. അരി ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നല്ലേ? കൂടുതലൊന്നുമില്ല. നോണില്ലാത്ത കാരണം പിന്നെ കുഴപ്പമില്ല. മറിക്കേ, ഞാൻ കയറ്റി വെക്കാം, ഇനി കുഴപ്പമില്ല. ഇനി വെള്ളം വലിയട്ടെ കേട്ടോ. എന്നിട്ട് മിക്സിങ് നടക്കാം. ഇനി സാരില്ല. അതെ, ഈ റൈസ് പെട്ടെന്ന് നോക്കണം. കുരു എന്നുള്ള റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് കുഴയും. ഒരു കാര്യം പറയട്ടെ കേട്ടോ. നാരങ്ങാനീര് മേടിച്ചത് സ്വല്പം ഒഴിച്ചായിരുന്നു വെള്ളം വെച്ചിട്ട്. ഒറിജിനൽ നാരങ്ങാനീര്. അത് വേവിച്ചപ്പോഴല്ലേ? വേവിച്ചപ്പോ, അരി വേവിച്ചപ്പോ. ഇനി നമുക്ക് ഫൈനൽ മറിക്കാം. മറിക്കുന്നതിന് ആദ്യം കുറച്ച് ഇങ്ങനെ ഒന്ന് മറിക്കാം, അല്ലെങ്കിൽ ശരിയാവൂല. പുതിയ ടെക്നോളജിയിലാണല്ലോ. അതല്ല, ഒറ്റയടിക്കൊക്കെ മറിക്കാറാ പതിവ്. അത് ലെയറായിട്ട് ഇടണം. അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് റൈസിനും. അപ്പൊ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അതെ, കുറവായത് പിന്നെ കുഴപ്പമില്ല, കൂടുതലാണെങ്കിലാണ് പ്രശ്നം. റൈസ് എങ്ങനെയുണ്ട് കാഴ്ചയിൽ? നല്ല ഭംഗിയുണ്ട്. അല്ല, ഇന്നാള് ഉണ്ടാക്കിയ മസാല റൈസിന്റെയാ. ഇനി ഒരു ഗ്ലാസ് കഷ്ടി ഇരിപ്പുണ്ടായി. നിനക്ക് എപ്പോഴെങ്കിലും ഈ റൈസ് എല്ലാം ഉണ്ടാക്കി തരാം. സോയ റൈസ് ആയാലും മതി. സോയ എപ്പോഴെങ്കിലും സമയം പോലെ.
അത് ഒത്തിരി പഴകിയ റൈസ് കൊള്ളൂലേ. സോയ അതെ അതെ ഇരുന്നാ കൊള്ളൂല. ഇതേ നെയ്യ് അങ്ങ് ചേർക്കുക, അതിലാണ് രുചി ഇരിക്കുന്നത്. രുചിയിരിക്കുന്നത്. എത്ര രുചിയില്ലാത്ത റൈസ് ആണെങ്കിലും നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു രുചി വരും. വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഉപ്പ് പിടിച്ചോളൂ കേട്ടോ. അടിയിൽ സോയയിൽ ഉപ്പുണ്ട് ഓൾറെഡി. റൈസിന് ഇച്ചിരി കുറവായിട്ട് വന്നു. ഒരു പൊടിക്ക് അത് ഇച്ചിരി ആഡ് ചെയ്താ. നീരായിരുന്നു വേണ്ടതെന്ന്. കുഴപ്പമില്ല, നീരായിരുന്നു വേണ്ടത്. പക്ഷെ നീരിപ്പ കലക്കിയത് തീർന്നു കല്ലിപ്പം. അതുകൊണ്ടാണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോയ ഇടാം. വേറെ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ, ലെയർ ലെയർ ആക്കി ഇടാനാ. ഞാനും ഓർത്തു സോയ ഇച്ചിരി കുറവാണല്ലോ എന്ന്. ഇനി റൈസ് ഇട്ട് ലാസ്റ്റ് ഇതിടാം. ഒരു ഭംഗിക്കും മൊത്തത്തില് അഴകിനും സൗന്ദര്യത്തിനും. അഴകും സൗന്ദര്യം ഒന്നാണ്. ഉച്ചയാകുമ്പോ പലതും അങ്ങനെ വാക്കുകളൊക്കെ മാറി. അതെ 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 അതെ. ഇന്നത്തെ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഷൂട്ടിംഗ് ഉള്ള ഡേയിൽ എപ്പോഴും അത് സ്ഥിരം കാണുന്ന വ്യൂവേഴ്സിന് അറിയാം വീഡിയോ ലേറ്റ് ആവും കേട്ടോ. അതെ അതെ അതെ. ഒന്നും വിചാരിക്കരുത് ഇങ്ങനെ. എന്തായാലും വീഡിയോ വരും, പക്ഷെ 1:30 തന്നെ ചിലപ്പോ വരണം എന്ന് നിർബന്ധമില്ല. ഇച്ചിരി ഒന്ന് ഡിലേ ആവാനും സാധ്യതയുണ്ട്. നമുക്ക് വേറെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ദൈവം തന്നില്ലെങ്കിൽ വീഡിയോ വരും. അതെ അതെ അതെ, അങ്ങനെ പറയണം. അങ്ങനെയാണ്. അപ്പൊ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇച്ചിരി ലേറ്റ് ആയാലും നീ പറഞ്ഞ പോലെ വീഡിയോ വരും. അതെ 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 അതെ. ഈ റൈസ് ഇവിടെ ഇരിക്കട്ടെ, വേറൊരു ഉദ്ദേശം ഉണ്ട് എനിക്ക്. ഇത്രയും മതിയാവും നമുക്ക്. കാരണം ഒത്തിരി സോയ ആയിട്ട് ഉണ്ടാക്കി അങ്ങനെ വെക്കണ്ടല്ലോ എന്ന് കരുതിയ. വേറെ ഉദ്ദേശമുണ്ട്. ഇത് ഇടട്ടെ. ഇച്ചിരി നെയ്യും കൂടെ ഇടണം. ഒരു പൊടി കുഴിച്ചേച്ച് നെയ്യ് ഇട്ടേച്ച് ബാക്കി ഇടാം കേട്ടോ. ഇച്ചിരി നെയ്യോടെ ഇട്ടേ. ഞാൻ ബാക്കി വെച്ചിരുന്നത് ഇങ്ങോട്ട് നിരത്തി കേട്ടോ. വേറൊരു സംഭവം ചെയ്യാനുണ്ട് മീത. അത് നിനക്കറിയാലോ എന്നാന്ന്. അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതെ, അവനാണ് താരം. അപ്പൊ വഴറ്റിയത് തന്നപ്പോ എനിക്ക് കിസ്മിസ് തന്നില്ലല്ലോ. രണ്ടും കൂടെയാ തന്നത്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. കാഷ്യൂ അധികം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉള്ളതിട്ട് ചേർത്തു. നൊയമ്പ് കാലത്ത് ഇത്രയൊക്കെ എല്ലാരും കഴിച്ചാൽ മതി. ഇത് തന്നെ മോർ ദാൻ ഇനഫ്. അതെ 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 അതെ. ഓക്കെ, ഇനി നമുക്ക് മീതെ വെക്കാനുള്ള മല്ലിയിലയും കൂടെ അങ്ങ് വെച്ചേക്കാം. മല്ലിയിലയുടെ സത്തയ്ക്ക് അതിലേക്ക് ഇറങ്ങട്ടെ. ഇപ്പൊ ബട്ടർ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ, നെയ്യ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇപ്പൊ ഉപ്പ് ആവശ്യത്തിന് ഓൾറെഡി ഉണ്ടാവും. എന്നാന്ന് വെച്ചാൽ ബട്ടറിൽ എപ്പോഴും ബട്ടറല്ല നെയ്യ് ചേർത്തേട്ടോ. അപ്പൊ ഏതാണ്ട് കാര്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഓ, കൊറേ പഴമുണ്ടല്ലോ അവിടെ. കൊറേ ഉണ്ടായോ അപ്പൊ? പാളയംകുടനാല്ലേ? ശരി. അപ്പൊ ഒരുപാട് പഴം കൊണ്ടുവന്നേക്കണു. അതെ 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 അതെ. പാളയംകുടൻ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കണേന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. ഉച്ചക്ക് 1:45. ഇനി കഴിക്കാൻ എടുക്കാനായിട്ട് മിക്സിങ് നടത്താൻ പോവാ. കണ്ടോ ഇങ്ങനെയുണ്ട്. കറികളൊക്കെ മേശയിൽ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. കണ്ടു കണ്ടു. ഇനി ഓരോരുത്തർക്കായിട്ട് എടുക്കാം. അതിന് മുമ്പ് ഇതൊന്ന് മിക്സിങ് നടത്തണം. അതെ, അത് ഇതും കണ്ട് ഇളക്കണോന്നൊക്കെ ഞാൻ ആലോചിക്കണം. ഏതുകൊണ്ട് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനില്ല. അതെ, എന്തായാലും മിക്സിങ് ചെയ്യാതെ പറ്റൂല. അല്ലാതെ ഇപ്പൊ അടിയിലും മുകളിലും ഒക്കെ ആയിട്ടല്ലേ കിടക്കണം. ഇപ്പൊ മിക്സിങ് ബിരിയാണി അല്ല, ബിരിയാണി പറയാൻ പറ്റൂല. സോയ റൈസ് എന്നാ പേര് പറയാം. ബിരിയാണിക്ക് പല പല അതിന്റെ എസൻസും സംഗതികള് മസാലകളൊക്കെ ചേർക്കണം. ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല. ഇച്ചിരി കൈമാ റൈസ് അല്ലേ, അത് വേവിച്ചു നാളെ മേടിച്ച മസാല റൈസിന് വേണ്ടി മേടിച്ച. അതിന്റെ കൂടെ ഇച്ചിരി സോയ നിങ്ങൾ കണ്ടല്ലോ എന്നൊക്കെ ചേർത്തേക്കണം. അതെല്ലാം ചേർത്തൊന്ന് ഒരു വെറൈറ്റി ഡിഷ് അത്രേ ഉള്ളൂ റൈസ് തയ്യാറാക്കിയെന്നുള്ളൂ. ഉപ്പുണ്ടോന്നൊന്നും നോക്കിയാലോ, കാരണം ആദ്യം നോക്കിയപ്പോ ഉപ്പിച്ചിരി കുറവ് പോലെ തോന്നിയായിരുന്നു. ഇപ്പൊ നല്ല കളറായല്ലോ. അത് ഞാൻ പറഞ്ഞില്ല, അത് മിക്സിങ് വരുമ്പോ ആ മസാല അടിയിലിട്ടതും മിഡിലിട്ടതും ഒക്കെ കൂടെ ചേർത്ത് കഴിയുമ്പോ സ്വതവേ ഗ്രേവിയുടെ കളർ കുറച്ച് കിട്ടും. അതുകൊണ്ടാണ് സോയാല് ഗ്രേവിയുടെ കളറ്, വേറെ ഒന്നുമില്ല. ഇത് മതിയാവും. ഇനി നമുക്ക് കഴിക്കാനെടുക്കാം. ഉപ്പ് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് കഴിക്കാനെടുക്കാം. അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പർ. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് വെരി മച്ച്. ഞാൻ പക്ഷെ ഇച്ചിരി ആശങ്കയോട് കൂടി ഉണ്ടാക്കിയത്. പക്ഷെ എനിക്കിപ്പോ ആശങ്കയില്ല. ഇല്ല, കാരണം
എനിക്ക് മനസ്സിലായി നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ലതായിരിക്കും, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. സിമ്പിൾ ആൻഡ് ഹൈലി പ്രോട്ടീൻ റിച്ച് അല്ലേ? നല്ലതാ. സ്പൂൺ ഇടാം അല്ലേ? എന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം. ചിക്കൻ ബിരിയാണി ഒന്നും അല്ല, ഇതുവരെ നമ്മുടെ കിച്ചണിൽ ഒരുങ്ങാത്ത ഒരു വെറൈറ്റി റൈസ്. ഷെഫ് തന്നെ ഉള്ളു. ഷെഫ് ബിസിയാ. അതൊന്നും അല്ല, ചമ്മന്തി, മാങ്ങാ ചമ്മന്തി. അതൊക്കെയാണ് അമ്മയുടെ മിടുക്ക്. ഇത് നിന്റെ ആട്ടോ ഇവിടെ വെച്ചത്. സ്പൂൺ ഞാൻ ഇട്ട് തരാം. മറ്റേ സാലഡൊക്കെ ഇട്ട് തരാം. സാലഡ് അപ്പയ്ക്ക് ഫേവറേറ്റ്. അതെടുത്തോ, പപ്പടം എടുത്തോ, അരികിലേക്ക് വെച്ചോ പപ്പടം. അപ്പയ്ക്ക് നുറുക്ക് പപ്പടാന്നാ പറഞ്ഞത്. എന്താ അത് കഴിച്ചു നോക്ക്, കഴിക്കുമ്പോ പറയും പിന്നെയും കൊണ്ടുവരാൻ. ചേർത്ത് വെച്ചു. പ്ലേറ്റ് മാറ്റാം. ചമ്മന്തി, മാങ്ങ ചമ്മന്തിയാണ്. എങ്ങനെയുണ്ട്? നല്ലതാണോ? വെജിറ്റബിളും കൂടെ ഇട്ട്, അതുകൊണ്ടാ സോയയുടെ ഒരു ഇതങ്ങ് മാറാൻ വേണ്ടി. വെജിറ്റബിൾ ഇട്ടത് നന്നായി. ഇച്ചിരി വേറൊരു കാര്യത്തിന് അരിഞ്ഞു വെച്ചായിരുന്നു, അതുകൊണ്ട് പപ്പടം അരിയിൽ വെച്ചാൽ മതി. അതോ പ്ലേറ്റിൽ വേണം? എങ്ങനെ വേണ്ട? അല്ലെങ്കിൽ പ്ലേറ്റ് മേശയിലിരിക്കുവല്ലേ, അപ്പൊ പിന്നെ അരിയിൽ വെച്ചാ മതിയാവും. ഞാൻ വന്നോളാം. നുറുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവക്ക് ഫുൾ പപ്പടം വേണ്ടതുകൊണ്ട് ഇവക്ക് ഫുൾ പപ്പടം. നുറുക്കിയത് മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫുള്ള് കാച്ചിട്ടുണ്ട്. പിന്നെ ഈ അമ്മയും പോരെ. ഞാൻ അവിടെയൊക്കെ ഫാനൊക്കെ ഓഫ് ചെയ്യട്ടെ. ഇവിടെ ഫാൻ ഫുള്ളിൽ കിടക്കുക പോലെ കിടക്കണത് അവിടെ. ഇനി ചമ്മന്തി ഇത്രേ ഉള്ളൂ. അപ്പൊ കൊള്ളാം സംഗതി. പൊതുവെ ഈ ഇങ്ങനെയുള്ള ഫ്രൈഡ് റൈസ്, ബിരിയാണി പോലെയുള്ള സംഗതികളാണ് എപ്പോഴും നോൺ വെജിറ്റേറിയൻ ആ ടേസ്റ്റി. ഇപ്പൊ വെജിറ്റബിൾ ബിരിയാണി ഇല്ലേ, ഒട്ടും നമുക്ക് ആസ്വാദിക്കാനല്ല. അത് ഇപ്പൊ മട്ടൻ ബിരിയാണി ആണെങ്കിൽ ആ മട്ടൻ അതിൽ കിടന്നങ്ങോട്ട് വെന്ത അരിയിൽ അവന്റെ ആ ഒരു ഫ്ലെയർ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കുഴഞ്ഞിരിക്കണം. ഡ്രൈ ആവരുത്. ഈ കടകളിലൊക്കെ ചെന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം, വെളുത്ത റൈസ് അവരിങ്ങനെ വേവിച്ച് വെച്ചേക്കും. എന്നിട്ട് ഇപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ആ വെളുത്ത റൈസ് ഇച്ചിരി എടുത്തുനിന്ന് ചൂടാക്കി 2 കഷ്ണം ചിക്കനും കൂടി ഇട്ടൊന്ന് ഇളക്കി തരും. എല്ലായിടത്തും അങ്ങനെയല്ല കേട്ടോ, യാതൊരു ടേസ്റ്റും ഇല്ല. അങ്ങനെ തരുന്നിടത്തുണ്ട്, പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ല. പക്ഷെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ട് ഒരു പ്രാവശ്യം മേടിക്കാൻ ചെന്നപ്പോ ഞാൻ കണ്ട സീനാണ്. ഭയങ്കര ബോറാണ്. ഇറച്ചി എപ്പോഴും ആ മറ്റേ റൈസിൽ കിടന്ന് വേവണം, എങ്കിലേ ആ ഫ്ലേവർ കിട്ടുള്ളൂ. ഇറച്ചിയാണെന്ന് ഊഹിച്ചാ കഴിക്കാം. മാറ്റി കൊണ്ടുവരാൻ